മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നുവെന്നറിഞ്ഞപ്പോൾ മദീനയിലെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും മദീനയുടെ ബൗണ്ടറിയിൽ വന്ന് അണിയണിയായി നിൽക്കുകയാണ്. അണിയണിയായി നിന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ബൗണ്ടറിയിലേക്ക് എത്തുമ്പോഴേക്ക് അവർ ഗാനമാലപിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിനെ സ്വീകരിച്ചത്. തലഅൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ الشكر علينا مدعا لله داعي أيها المبعوث فينا جئت بالأمر المطاع എന്ന് തുടങ്ങുന്ന ദീർഘമായ കവിതാ ശകലങ്ങൾ ആലപിച്ചുകൊണ്ടാണ്, പാട്ടുപാടി ദപ്പടിച്ചുകൊണ്ട് ഹബീബായ നബി അവർ സ്വീകരിച്ചത്. ചരിത്രം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് അങ്ങ് കടന്നതോടുകൂടെ ഓരോ മദീനക്കാരനും റസൂലുള്ളാഹിന്റെ കൂടെ കൂടാൻ തുടങ്ങി. അവർ പറഞ്ഞു, നബിയെ എൻ്റെ വീട്ടിൽ താമസിക്കണം, എൻ്റെ അടുത്ത് താമസിക്കണം. റസൂലുള്ളാഹി വിഷമിച്ചുപോയി. അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ്. കൊല്ലാനുള്ള ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. ഇവിടെയാണെങ്കിലോ ഓരോ ആളുകളും തങ്ങളെ സ്വീകരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം की फितरत में कुदरत ने लचक दी है, ये इतना ही उभरेगा जितना के दबाओगे. सूरह ईमान सूरत खुर्शीद जीते हैं जहां में है ईमान, सूरत खुर्शीद जीते हैं. इधर डूबे उधर निकले, उधर डूबे इधर निकले. ഒരു സ്ഥലത്ത് ഇത് കുഴിച്ചു മൂടാൻ ശ്രമിക്കുമ്പോൾ മറുസ്ഥലത്ത് ഇതിനെ ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ഓരോരുത്തരും പറഞ്ഞു, നബി എൻ്റെ വീട്ടിൽ താമസിക്കണം, എൻ്റെ വീട്ടിൽ താമസിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം പ്രയാസപ്പെട്ടു പോയി. റസൂലുള്ളാഹി പറഞ്ഞു, മദീനക്കാരെ, നിങ്ങൾ ഒട്ടകത്തെ അതിന്റെ വഴിക്ക് വിടണം. ഫഇന്നഹാ ഉമിറത്, ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത് എന്ന് ഒട്ടകത്തിന് കൽപ്പനയുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്ക് വന്ന ശ്രേഷ്ഠത മദീനക്കാർ റസൂലുള്ളാഹിക്ക് ഹൃദയം കൊടുത്തതുകൊണ്ട് ലഭിച്ച അംഗീകാരമായിരുന്നു അത്. മദീനക്ക് ലഭിച്ച ശ്രേഷ്ഠത ഒരുപാട് മഹാത്മ്യമുണ്ട് മദീനക്ക്. എല്ലാം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മദീനക്ക് ലഭിച്ച ശ്രേഷ്ഠത മദീനക്കാർ റസൂലുള്ളാഹിക്ക് ഹൃദയം കൊടുത്തത് കൊണ്ട് ലഭിച്ച ശ്രേഷ്ഠതയാണ്. ആ സന്ദേശമാണ് പച്ചക്കുപ്പ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാ റസൂലുള്ളാഹിക്ക് ഹൃദയം കൊടുക്കാൻ ആര് തയ്യാറുണ്ടോ? അവന്റെ കൂടെ അല്ലാഹു ഉണ്ടാകും, അവന്റെ കൂടെ റസൂൽ ഉണ്ടാകും സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മദീനക്കാർ സ്വീകരിച്ചു. റസൂലുള്ളാഹിന്റെ ഒട്ടകം പോയി മുട്ടുകുത്തിയ സ്ഥലത്ത് റസൂലുള്ളാഹി താമസിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനടുത്തായി കാരക്കൗണക്കാരുള്ള 2 കുട്ടികളുടെ സ്ഥലമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ഥലത്തൊരു പള്ളി ഉണ്ടാക്കി. ചരിത്രം ഞാൻ ദീർഘിച്ചു പറയുകയില്ല. ഞാൻ ഈ മണ്ണിന്റെ ശ്രേഷ്ഠതയിലേക്ക് കടന്നു വരികയാണ്. പച്ചക്കുബ്ബയുടെ ചുവട്ടിലുള്ള അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭൂമിയിൽ വെച്ച ശരീരം വെച്ച സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിന്റെ ശ്രേഷ്ഠതയിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ആ സ്ഥലം എങ്ങനെയാണ് ചരിത്രത്തിലേക്ക് വരുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാനൊന്ന് ഓടിച്ചു പോവുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി അവരുടെ പള്ളി ഉണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദ് ഖുബാ. മദീനയിൽ ചെന്നിട്ട് റസൂലുള്ളാഹി നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് മസ്ജിദ് ഖുബാ എന്നറിയപ്പെടുന്നത്. ആ പള്ളിയെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. നബിയെ, തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളിയിലാണ് നമസ്കരിക്കേണ്ടത്. ഈ കാലഘട്ടത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശമാണിത്. ഏറ്റവും വലിയ സന്ദേശം. നിഷ്കളങ്കരായി ദീനുണ്ടാക്കാൻ എന്ന പേരിൽ അറബികൾ കൊടുക്കുന്ന പണം കൊണ്ട് മഹല്ലത്തിന് ഭിന്നിപ്പിച്ചു പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളിയിലെ നമസ്കാരം റബ്ബിനിട്ടമല്ല. തഖ്വയിൽ അസ്തിവാരമിട്ട പള്ളിയിലാണ് നബി ആദ്യത്തെ പള്ളി. ആ പള്ളിയിലാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത്. മസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതഹറൂ.
മദീനയിലെ മുനാഫിക്കുകൾ മുസ്ലിങ്ങളെ മുഴുവൻ വേർതിരിച്ചു കൊണ്ടുപോകാൻ, അവരെ അവരുടെ ഭാഗത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടി മദീനയിൽ ഒരു പള്ളി ഉണ്ടാക്കിയപ്പോഴാണ് പരിശുദ്ധ പ്രവാചകർ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത്, ആ പള്ളിയിലേക്ക് അങ്ങ് പോകാൻ പാടില്ല നബിയെ. അത് തഖ്വയിൽ അസ്തിവാരമിട്ട പള്ളിയല്ല, അത് വാസിയുടെ പേര് ഉണ്ടാക്കുന്ന പള്ളിയാണെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ മസ്ജിദുൻ നബവിയുള്ള മദീനയുടെ പള്ളിയുള്ള സ്ഥലത്തേക്ക് റസൂലുള്ള താമസം മാറി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയാണ് മസ്ജിദുൻ നബവി എന്നറിയപ്പെടുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിലാണ് റസൂലുള്ള പള്ളി ഉണ്ടാക്കുന്നത്. മഹാനായ നബി സ്വഹാബാക്കളും ചേർന്ന് പള്ളി ഉണ്ടാക്കുകയാണ്. റസൂലുള്ള കല്ലെടുത്ത് വെക്കുന്നുണ്ട്, സ്വഹാബത്ത് കല്ലെടുത്ത് കൊടുക്കുന്നുണ്ട്. ഏതുപോലെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിൽ ശുദ്ധമായ കഅബാലയത്തിന്റെ പണി തീർത്ത പോലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയ പരിശുദ്ധമായ കഅബയുടെ പണി പിന്നീട് അതിന്റെ ഏറ്റവും വലിയ പുനരുദ്ധാരണം നടത്തുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം കല്ലെടുത്ത് കൊടുക്കുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുക്കുന്നു. അങ്ങനെയാണ് കഅബ ഉണ്ടാക്കിയത്. പിതാവിന്റെ അതേ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി പിതാമഹന്റെ അതേ മാതൃക സ്വീകരിച്ചു. റസൂലുള്ളാഹി പള്ളിയുടെ കല്ലെടുത്ത് വെക്കുകയാണ്, സ്വഹാബത്ത് കല്ലെടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് സ്വഹാബത്ത് പാടിയ പാട്ടിനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. ലഇൻ ഖഅദനാ വന്നബിയ്യു യഅമലു ലദാക മിന്നൽ അമലുൽ മുദല്ലിലു. റസൂലുള്ള പണിയെടുക്കുകയും നമ്മൾ വെറുതെ ഇരിക്കുകയും ചെയ്താൽ ലദാക മിന്നൽ അമലുൽ മുദല്ലിലു, അത് നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന ഏറ്റവും മോശമായ പ്രവർത്തനമാണ്. ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു അത്രേ മസ്ജിദുൻ നബവിയുടെ പണിയവർ തീർത്തത്. സ്വഹാബാക്കൾ പാട്ടുപാടിയിട്ടാണ് പള്ളിയെടുത്തത് എന്ന് ചരിത്രം പറയുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. ആ പള്ളിയുടെ ഓരത്തായിരുന്നു, പള്ളിയോട് ചേർന്നായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീടുണ്ടായിരുന്നത്. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരായിരുന്ന സഫിയ്യയുടെ, സൗദായുടെ, അങ്ങനെ എല്ലാ ഭാര്യമാരുടെയും വീട് റളിയല്ലാഹു അൻഹുന്ന ഈ പള്ളിയോട് ചേർന്നായിരുന്നു. അതാണ് റസൂലുള്ള പള്ളിയിൽ വെച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടുവെന്ന് ആയിഷ ബീവി പറഞ്ഞാൽ പള്ളിയോട് ചേർന്നുള്ള വീടാകുമ്പോ എങ്ങനെ കേൾക്കാതിരിക്കും? അതിനർത്ഥം പള്ളിയിൽ പോയി എന്ന അർത്ഥം വെച്ചാൽ പിഴച്ചു പോകും. പലപ്പോഴും പിഴവ് സംഭവിച്ചു പോകും. പള്ളിയിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ തല ഞാൻ ചീകിക്കൊടുത്തുവെന്ന് ആയിഷ ബീവി പറയുന്നത്. പള്ളിയിൽ കിടക്കുന്ന റസൂൽ തന്റെ തല ആയിഷയുടെ വീട്ടിലേക്ക്, ആയിഷയുടെ മടിയിലേക്ക് വെച്ചു കൊടുക്കാറുണ്ടായിരുന്നു. പള്ളിയുടെയും വീടിന്റെയും ചുമര് ഒന്ന് തന്നെയായിരുന്നു എന്നർത്ഥം. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ മസ്ജിദുൻ നബവിയിൽ വെച്ചാണ്. ഇസ്ലാമിക ലോകത്തിന്റെ വ്യാപ്തി തുടങ്ങുന്നത് അവിടെ വെച്ചാണ്, മസ്ജിദുൻ നബവിയിൽ വെച്ച്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم